വിസ്മൃതിയിലേക്കാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഈ സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിന് ഞങ്ങൾ അനുവദിക്കില്ല. കാരണം ഉടുതുണിക്ക് മറുതുണിയില്ലാത്തൊരു ഭാരതം. പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് പറഞ്ഞത്, കഴിഞ്ഞ നാളുകളെക്കാളും പ്രതിസന്ധിയുടെ നാളുകളാണ് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത്. വലിയ സഹനത്തിന്റെയും ക്ഷമയുടെയും ഒരു ജീവിതം കെട്ടിപ്പടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അങ്ങനെ പോയാൽ മാത്രമേ ഭാരതത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. 35 കോടി ജനങ്ങളെ തന്റെ ഉള്ളക്കൈയിലിട്ട് ഈ രാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കടന്നു വന്ന നെഹ്റുവിന് വലിയ സന്തോഷമുണ്ടായിരുന്നു. ആ 35 കോടി പട്ടിണി പാവങ്ങളെ ഏറ്റെടുക്കുമ്പോൾ ഗാന്ധി പറഞ്ഞത്, ഈ രാജ്യത്തിന് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു ഭരണകൂടം ഉണ്ടാകണം, അതിനനുസരിച്ച ഭരണഘടന ഉണ്ടാകണം. ആ പ്രവിശ്യയിലൂടെ കടന്നു വരുന്ന ട്രെയിനിലെല്ലാം വാഗണിലെല്ലാം ഈ ഇന്ത്യ വിഭജനത്തോടുകൂടി പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് അനേകം ആളുകളുടെ മൃതശരീരങ്ങൾ കയറ്റിക്കൊണ്ട് ഒരു ഭരണകൂടത്തിന്റെ കയ്യിൽ 35 കോടി വരുന്ന ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ജനവിഭാഗം അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തിന്റെ ഭരണഘടന തയ്യാറാക്കുമ്പോൾ മറുഭാഗത്ത് വർഗീയ കലാപങ്ങൾക്ക് കോപ്പുകൂട്ടുന്ന ആളുകൾ, ഈ രാജ്യത്തെ ഛിന്നഭിന്നമാക്കാൻ ശ്രമിക്കുന്ന വർഗീയ തീവ്രവാദികൾ എല്ലാവരും ഉണ്ടായിട്ട് അതിനെല്ലാം തരണം ചെയ്തിട്ടാണ് ഈ ഭാരതം ഉണ്ടായത്. അല്ലാതെ 2014 ഈ രാജ്യം ഉടലെടുത്തത് എന്ന് ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. ഈ രാജ്യമുണ്ടായത് 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി പൊൻപുലരിയോടുകൂടി ഇന്ത്യ സ്വതന്ത്രമായെങ്കിൽ ആ സ്വാതന്ത്ര്യം ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമെല്ലാം സംരക്ഷണം കൊടുക്കേണ്ടുന്ന വലിയ ബാധ്യത ഏറ്റെടുത്ത ഒരു ഗവൺമെന്റ് കാലത്താണ്. അതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചവത്സര പദ്ധതികൾ രാജ്യത്തുണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് കാർഷിക രംഗത്ത് ഹരിത വിപ്ലവം ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്തിനകത്ത് ഹരിത വിപ്ലവത്തിനൊപ്പം ധവള വിപ്ലവം ഉണ്ടായത്. എല്ലാ മേഖലകളിലും പുരോഗതിയിലേക്ക് പോകാൻ നമുക്ക് സാധിച്ചു. എല്ലാ മേഖലകളിലും 35 കോടിയിൽ നിന്ന് 125 കോടിയിലേക്ക് ജനസംഖ്യ വളർന്നു വരുമ്പോ ആ മാൻ പവർ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടം നടത്തിയത് നെഹ്റുവിന്റെ ദീർഘവീക്ഷണമായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ ദീർഘവീക്ഷണമായിരുന്നു, രാജീവ് ഗാന്ധിയുടെ ദീർഘവീക്ഷണമായിരുന്നു. ആ രാജ്യത്തിനകത്ത് 2014 ഭാരതം ഉണ്ടായത്. ഭാരതം അതിനു മുമ്പേ വലിയ പോരാട്ടം നടത്തി, സ്വാതന്ത്ര്യം നേടി, കൃഷിഭൂമികളിൽ കർഷകന്റെ വിയർപ്പൊഴുക്കി, കൃഷിഭൂമികളിൽ പുതിയ വിത്തുകൾ കൊണ്ടുവന്ന് കൃഷിഭൂമിയിൽ സംരക്ഷിക്കപ്പെടേണ്ട ജനവിഭാഗത്തെ മുഴുവൻ സംരക്ഷിച്ച് ഇന്ത്യയുടെ ഭക്ഷ്യവിതരണ രംഗത്ത് വലിയ നിക്ഷേപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, ബഫർ സ്റ്റോക്ക് ഉണ്ടാക്കിക്കൊണ്ട്